ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ധനലക്ഷ്മി മനോജിനോടായിട്ട് പറയുന്നുണ്ട്, കൺമണി കല്യാണത്തിന് സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും നമ്മൾ ആ ഒരു 10 ലക്ഷം രൂപയും ആ സ്വർണ്ണാഭരണങ്ങളും തിരിച്ചു കൊടുക്കില്ല എന്ന് അവളോട് പറയണം. അങ്ങനെ തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അവൾ ഒരിക്കലും തന്നെ ആ കല്യാണത്തിന് സമ്മതിക്കാതിരിക്കില്ല എന്നൊക്കെ ധനലക്ഷ്മി മനോജിനോട് പറയുന്നിട്ട് തർപ്പിച്ച് പറയണം കേട്ടോ, എന്നാലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കൺമണി അപ്പോൾ കല്യാണത്തിന് സമ്മതിക്കും. ചേട്ടൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. കാരണം ബിയർ ഡിസൈൻസിലേക്ക് കൺമണി വരികയും ചെയ്യും, അല്ലെങ്കിൽ നീ റിസൈൻ ചെയ്യും എന്നൊക്കെ ധനലക്ഷ്മി മനോജിനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയം അച്ഛൻ അതെല്ലാം തന്നെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ഹോസ്പിറ്റൽ ഡോക്ടർ എന്തായാലും കൃപയെക്കുറിച്ച് പറയുന്നത്, കൃപയ്ക്ക് ഒരു ഓപ്പറേഷൻ ചെയ്താൽ പോലും ചിലപ്പോൾ ഒരു കോമ സ്റ്റേജിലേക്ക് അവൾ പോയെന്ന് വരിക്കാം. ഇത് ഞാൻ നേരത്തെ നിങ്ങളോട് പറയുന്നത് അപ്പോഴുണ്ടാകുന്ന ഷോക്കിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം മനക്കരുത്തോടു കൂടി നിൽക്കണമെന്നും എല്ലാവരോടും പറയുന്നുണ്ട്. അപ്പോഴത്തേനും എല്ലാവർക്കും നല്ല സങ്കടമാവുന്നുണ്ട് കേട്ടോ. കാരണം തൻ്റെ മകൾക്ക് ഇങ്ങനെയൊന്നും സംഭവിച്ചല്ലോ എന്നോർത്ത് സാഗറും സുജാതയും ബാക്കി എല്ലാവരും വിഷമിക്കുന്നുണ്ട്. പിന്നീട് കൺമണി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് കൃപയ്ക്ക് വേണ്ടി. ആ സമയം തന്നെയാണ് കൺമണിയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത്. മോള് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വന്നതായിരിക്കും അല്ലേ? അതെ അച്ഛാ, അവൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെ. ഞാൻ വന്നത് മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് മോളെ എന്ന് പറയുന്നു. എന്താ അച്ഛാ അങ്ങനെ പറയുന്നത്? മോളെ 10 ലക്ഷം രൂപയും അതുപോലെ സ്വർണ്ണാഭരണങ്ങളും ഒരിക്കലും ധനലക്ഷ്മി തിരിച്ചു കൊടുക്കില്ല എന്നാണ് പറയുന്നത്. അതെന്തിനാ ഏടത്തെ അങ്ങനെ പറയുന്നത്? മനോജിനെ പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. മനോജ്, നീ കല്യാണത്തിന് സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും തന്നെ ആ 10 ലക്ഷവും സ്വർണം തിരിച്ചു കൊടുക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ 10 ലക്ഷവും സ്വർണ്ണാഭരണങ്ങളും ഏടത്തേക്ക് അവകാശപ്പെട്ടതല്ല, അത് എനിക്ക് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാനല്ലേ അത് കൈകാര്യം ചെയ്തിട്ട്, ചേട്ടത്തിയല്ലല്ലോ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, അവൾ കുറച്ച് വാശിക്കാരിയല്ലേ, നമുക്കറിയുന്നതല്ലേ. അച്ഛൻ വിഷമിക്കാണ്ടിരിക്കുക, ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നു. അങ്ങനെ കൺമണി വന്നതിന് ശേഷം തന്നെ ധനലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, ചേട്ടത്തി എന്താ പാലുണ്ടാക്കുകയാണോ ചോദിക്കുന്നുണ്ട്. അതെ. ഓ, മാഡം ഓഫീസിൽ നിന്ന് വന്ന് കിടന്നുറങ്ങിയതിന് ശേഷം തന്നെ എണീറ്റ് വന്നതാണല്ലേ. എന്തായാലും വേഗം ആവട്ടെ. അത്താഴത്തിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല. എത്രയും പെട്ടെന്ന് തന്നെ അത്താഴത്തിന് വേണ്ട സാധനങ്ങളെല്ലാം തന്നെ റെഡിയാക്കുക എന്നൊക്കെ പറയത്തേക്ക് എന്ത് അവകാശമുള്ളത് എൻ്റെ സ്വർണത്തിന്മേൽ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും നീ എന്താ എന്നെ ചോദ്യം ചെയ്യുകയാണോ? നീ എന്നെ ചോദ്യം ചെയ്യാനായിട്ടുണ്ടോ കൺമണി എന്നൊക്കെ പറയുന്നുണ്ട്. ചേട്ടത്തി എത്രയും പെട്ടെന്ന് ആ സ്വർണവും 10 ലക്ഷം രൂപയും ഞങ്ങൾ തിരിച്ചേൽപ്പിക്കണമെന്നും പറയുകയാണ്. അപ്പോൾ തന്നെ അമ്മായിമാർ അവിടെ നിന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ധനലക്ഷ്മി പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നീയും നിൻ്റെ അച്ഛനും ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ എൻ്റെ ഔദാര്യത്തിന്മേലാണ്. അതിൻ്റെ പൈസയെങ്കിലും തന്നു തീർത്തിട്ടില്ല എന്നിട്ടാണിപ്പോൾ എന്ന് പറയുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഇവിടെ കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് തന്നതിനേക്കാളും ഇരട്ടി ഞങ്ങൾ തിരിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾ എന്ത് ഈ പറയുന്നത് എന്ന് ചോദിക്കുന്നു. നീ എന്നെ ഭരിക്കാനൊന്നും വരണ്ട കൺമണി, ഞാൻ തീർച്ചയായും വരും. ഇനി മേലെ ഇത് ആവർത്തിക്കരുതെന്നൊക്കെ പറഞ്ഞ് കൺമണി ധനലക്ഷ്മിക്കിട്ട് നല്ലപോലെ അടിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അമ്മായിമാരിത് കണ്ട് ഞെട്ടിത്തരിക്കുന്നുണ്ട്. കാരണം കൺമണി ഇപ്പോൾ സൂപ്പർ കൺമണിയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ധനലക്ഷ്മിക്കിട്ട് പണി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ഓർമ്മയിൽ വെച്ചോ, കാരണം ഇനി മൺമണിയുടെ മറ്റൊരു മുഖമാണ് എപ്പോഴും നിങ്ങൾ കാണാൻ പോകുന്നതെന്നൊക്കെ പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ എല്ലാ അമ്മായിമാരും 3 പേരും കൂടി ചർച്ച ചെയ്യുന്നുണ്ട്. കൺമണി സൂപ്പർ കൺമണിയായി, കാരണം അവൾ ധനലക്ഷ്മിയെ അടിച്ചൊതുക്കി. അത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഞാൻ പിന്നെ വിചാരിച്ചു സ്വപ്നമാണോ എന്ന്. പക്ഷെ സ്വപ്നമൊന്നുമല്ല, ഞാൻ കണ്ണ് തിരുമ്പി നോക്കി. അവൾ ശരിക്കും പണി കൊടുത്ത് തന്നെ കൺമണി ആകെ മാറിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. വാ ചേട്ടൻ്റെ അടുത്തേക്ക് പോകാമെന്ന് പറയുന്നു. അങ്ങനെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നതിന് ശേഷം, ചേട്ടൻ അറിയോ ഞങ്ങൾ ഈ 3 സഹോദരികൾ ഇവിടെ ഉണ്ടെന്നുള്ളത്? പിന്നെ നിങ്ങളെ ഞാൻ കാണുന്നതല്ലേ. ചേട്ടനൊരു കാര്യം ശ്രദ്ധിക്കണം, ഞങ്ങൾക്ക് തരാനുള്ള ഓഹരി ഇതൊന്നും തന്നേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതെന്താ ഇപ്പം അങ്ങനെ പറയുന്നുണ്ട്? അത് വേണം, ഷെയർ ഞങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ കൺമണി അവിടേക്ക് വരുന്നുണ്ട്. എന്തായാലും നിങ്ങളെന്ത് സംസാരിക്കുന്നത്? അതിന് നിന്നെ ആരടി ഇങ്ങോട്ട് ക്ഷണിച്ചത്? ഞങ്ങളും ഞങ്ങളുടെ ചേട്ടനും കൂടി സംസാരിക്കുന്നിടത്ത് നിനക്ക് എന്താണ് ഈ കാര്യം എന്ന് പറയുന്നു. എൻ്റെ അച്ഛനാണിത്, അച്ഛനെക്കുറിച്ചുള്ള സംഭാഷണത്തിൽ എനിക്ക് പങ്കെടുത്തൂടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്വത്തിൻ്റെ ഓഹരി തന്നെ വേണം എന്ന് തന്നെയാണ് ചേട്ടനോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് തരാനുള്ളതൊക്കെ തന്നിട്ടുണ്ട്,
മാത്രമല്ല നിയമപരമായിട്ട് ഇനി വീട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും തരും എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തായാലും ഞാൻ ഒരിക്കലും മുടക്കില്ല, പക്ഷേ ഇവിടെ വന്നിട്ട് വലിയ ജാട കാണിക്കാനൊന്നും നിൽക്കരുത് എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഗോകുൽ പറയുന്നുണ്ട്, അപ്പേനെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളതല്ലേ, അപ്പോൾ പറഞ്ഞതുപോലെ ചെയ്യും, അതുകൊണ്ട് മര്യാദയ്ക്ക് നിങ്ങൾ പാട് നോക്കി പോയിക്കോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവർ പോകുന്നു. അതിന് വീണ്ടും കാണിക്കുന്നത് കൃഷ്ണയാണ്. കൃഷ്ണ ഹോസ്പിറ്റലിൽ തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെ ലിഫ്റ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ഗുണ്ട വരുന്നുണ്ട്. ഗുണ്ട വന്നിട്ട് കൃഷ്ണനെ കത്തി കൊണ്ട് കുത്തുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ കൺമണി അപ്പോൾ അത് സ്വപ്നം കണ്ടിരിക്കുകയാണ്. പക്ഷേ കൺമണി ഞെട്ടി ധരിച്ച് വേഗം എഴുന്നേൽക്കുന്നുണ്ട്. സാറിന് എന്തെങ്കിലും പറ്റിയാവോ, ഇങ്ങനെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞിട്ട്. എന്തായാലും വരാൻ പോകുന്ന ഒരു ദുരന്തത്തിൻ്റെ മുന്നറിയിപ്പ് പോലെയാണ് കൺമണിക്ക് അത് കണ്ടപ്പോൾ തോന്നിയത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.